ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റേഴ്സ് കിരീടം ഇന്ത്യയുടെ പ്രഗനാനന്ദയ്ക്ക്. ഇന്ത്യൻ താരങ്ങൾ മുഖാമുഖം വന്ന ഫൈനലിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിനെയാണ് പ്രഗനാനന്ദ തോൽപ്പിച്ചത് എന്നുള്ള പ്രസക്തമായ കാര്യം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ പറയും. അനിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ലോക ചെസ്സിൽ ഇന്ത്യയുടെ തേരോട്ടം തുടരുകയാണ്. സമീപകാലത്ത് പല ടൂർണമെന്റുകളിലും ഇന്ത്യൻ താരങ്ങൾ മിന്നിത്തിളങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ലോക ചാമ്പ്യനായിരുന്നു ഡി ഗുഗേഷ്. ഇപ്പോൾ ആ ഡി ഗുഗേഷിനെ തോൽപ്പിച്ചുകൊണ്ട് ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റേഴ്സ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രജ്ഞാനന്ദ. കഴിഞ്ഞ ചെസ് ലോകകപ്പിലെ റണ്ണറപ്പായിരുന്നു പ്രജ്ഞാനന്ദ. അദ്ദേഹവും കാൻഡിഡേറ്റ്സിലൊക്കെ തന്നെ മത്സരിച്ചെങ്കിലും ജയിക്കാനായില്ല. ആ ടൂർണമെന്റ് ജയിച്ചത് ഗുഗേഷ് ആയിരുന്നു. അങ്ങനെ ഗുഗേഷിന്റെ വലിയ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ ഒരു രണ്ടാമനായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രജ്ഞാനന്ദ ലോക ചാമ്പ്യനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ കിരീടം നേടിയിരിക്കുന്നത്. 19 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കിരീടം ഇന്ത്യ സ്വന്തമാക്കുന്നത്. 2006 വിശ്വനാഥൻ ആനന്ദാണ് ആദ്യമായി ഈ കിരീടം സ്വന്തമാക്കുന്നത്. അതിനുശേഷം നീണ്ട 19 വർഷം, 81ാം എഡീഷനാണ് ഈ ടൂർണമെന്റിന്റെ പ്രത്യേകത. എന്നാൽ വിംബിൾഡൺ ഓഫ് ചെസ് എന്നറിയപ്പെടുന്ന വളരെ വിഖ്യാതമായ ഒരു ടൂർണമെന്റാണ്. ലോകത്തെ ഏറ്റവും മുൻനിര 14 താരങ്ങൾ ഏറ്റുമുട്ടുന്ന ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ 2 താരങ്ങൾ, ഈ 2 താരങ്ങളാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒടുവിൽ 13 റൗണ്ടിനൊടുവിൽ 8.5 ആ പോയിന്റ് നേടിക്കൊണ്ട് അവർ ഒപ്പത്തിനൊപ്പം എത്തി നിൽക്കുകയാണ്. അങ്ങനെയാണ് മത്സരം ടൈ ബ്രേക്കറിലേക്ക് പോയത്. ടൈ ബ്രേക്കറിലും ആവേശകരമായ മത്സരമായിരുന്നു. അങ്ങനെ ടൈ ബ്രേക്കറിൽ 2-1 പ്രജ്ഞാനന്ദ ജയിച്ചു കയറിയത്. അതും ടൈംഡ് ഔട്ട് ആവുകയായിരുന്നു ഡി ഗുഗേഷ് ഉണ്ടായത്. അപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയായിരുന്നു മത്സരത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യക്ക് വളരെയധികം സന്തോഷിക്കാം. ഇന്ത്യയുടെ ഗുഗേഷ് ഉണ്ട്, പ്രജ്ഞാനന്ദയുണ്ട്, അല്ലെങ്കിൽ കൊനേരു ഹംപി അപ്പുറത്തുണ്ട്, വൈശാലിയുണ്ട്, അർജുൻ ഇരിഗ്യാസിയുണ്ട്. ഒരു താരം അല്ലെങ്കിൽ മറ്റൊരു താരം ഇന്ത്യക്ക് ഒരു നേട്ടങ്ങൾ തുടരെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയുടെ തേരോട്ടം ചെസ് ലോകത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വരുംകാല ടൂർണമെന്റുകളിലും ഈ താരങ്ങൾ ഇപ്പോഴും അവരുടെ കൗമാര പ്രായത്തിലാണ്. അവർ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. SKN.